നമസ്കാരം, ഞാൻ ലീന നാരായണൻ, അക്കര ഫൗണ്ടേഷനിൽ ഫിസിയോതെറാപ്പിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഫ്ലാറ്റ് ഫുട്ട് അഥവാ പരന്ന കാൽപ്പത്തി എന്നതിനെ കുറിച്ചാണ്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു അവസ്ഥയാണ് ഫ്ലാറ്റ് ഫുട്ട്. ഇനി ഇപ്പറയുന്ന ഒരു കാര്യം അഥവാ ഫ്ലാറ്റ് ഫുട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആദ്യമേ ഉണ്ട് എങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ എന്താണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടിയുടെ കാൽ അഥവാ കാൽപാദം നിലത്ത് കുത്തുമ്പോൾ കാൽപ്പത്തിയുടെ മുഴുവൻ ഭാഗവും നിലത്ത് തട്ടുന്നുണ്ട് എങ്കിൽ അത് ഫ്ലാറ്റ് ഫുട്ടിൻ്റെ ലക്ഷണമാണ്. സാധാരണഗതിയിൽ കാൽപ്പത്തിയുടെ മധ്യഭാഗത്ത് ഒരു വളവ് അല്ലെങ്കിൽ ഒരു ആർച്ച് നമുക്ക് കാണാനായി സാധിക്കും. പക്ഷേ ഇത്തരം കുട്ടികളിൽ അവരുടെ കാൽപ്പത്തി പൂർണ്ണമായും പരന്നായിരിക്കും നമുക്ക് കാണാനായി സാധിക്കുക. നോർമലി എല്ലാ കുട്ടികളിലും ജനിച്ചത് മുതൽ ഏകദേശം 2 വയസ്സ് വരെ ഫ്ലാറ്റ് ഫുട്ട് കണ്ടുവരാറുണ്ട്. നിങ്ങളുടെ കുട്ടി ഇപ്പറഞ്ഞ 2 വയസ്സിനുള്ളിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ, അവർക്ക് ഇപ്പറഞ്ഞ ഫ്ലാറ്റ് ഫുട്ടിൻ്റെ ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം അതിനെ നമ്മൾ നോർമൽ അഥവാ ഫിസിയോളജിക്കൽ ഫ്ലാറ്റ് ഫുട്ട് എന്നാണ് പറയുക. ഫിസിയോളജിക്കൽ ഫ്ലാറ്റ് ഫുട്ട് കൂടാണ്ട് ഫ്ലാറ്റ് ഫുട്ടിനെ നമ്മൾ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ടും രണ്ടാമത്തേത് റിജിഡ് ഫ്ലാറ്റ് ഫുട്ടും. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് നോക്കാം. എപ്പോഴാണോ കുട്ടി കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യുന്നത്, ആ സമയത്ത് കുട്ടിയുടെ പാദത്തിന്റെ ആർച്ച് നമുക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കും. പക്ഷേ എപ്പോഴാണോ കുട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുന്നത്, ആ സമയത്ത് കുട്ടിയുടെ കാൽപ്പത്തി പരന്നു തന്നെയായിരിക്കും നമുക്ക് കാണാനായി സാധിക്കുക. ഇതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. ഇപ്പറഞ്ഞ ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ടിൽ കുട്ടിക്ക് അതിനോടനുബന്ധിച്ച് ഒരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ചില കുട്ടികളിൽ കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷമോ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ശേഷമോ അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുമ്പോഴോ കുട്ടിയുടെ കാലിനോ കാൽപ്പത്തിക്കോ വേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ് റിജിഡ് ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് നോക്കാം. ഇതിൽ കുട്ടി ഇരിക്കുകയോ നിൽക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടിയുടെ കാൽപ്പത്തി ഓൾമോസ്റ്റ് പരന്ന് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ കണ്ടീഷൻ ചില കുട്ടികളിൽ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയും അതുപോലെ തന്നെ 7 വയസ്സ് വരെയുള്ള കുട്ടികളിലും കാണാറുണ്ട്. നിങ്ങളുടെ കുട്ടി ഇപ്പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ചില സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് കൊണ്ടും അതുപോലെ തന്നെ പ്ലേ ആക്ടിവിറ്റീസ് കൊണ്ടും ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്തിയെടുക്കാം. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേത് പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പറഞ്ഞ ഫ്ലാറ്റ് ഫുട്ടിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാരണമാണ് ഓവർ വെയ്റ്റ് എന്നുള്ളത്. കുട്ടിക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അതും ഒരു ഫ്ലാറ്റ് ഫുട്ടിന് കാരണമാണ്. അതുപോലെ തന്നെ ചില റിസർച്ചിൽ പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ ടൈറ്റ് ഷൂ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് കുട്ടികളിൽ ആവശ്യത്തിന് ഫുട്ട് ആർച്ച് ഡെവലപ്പ് ആവാണ്ടിരിക്കുകയും അത് പിന്നീട് ഫ്ലാറ്റ് ഫുട്ടിലേക്ക് മാറുകയും ചെയ്യും. അടുത്ത ഒരു കാരണമാണ് സെറിബ്രൽ പാൽസി. ഇപ്പറഞ്ഞ സെറിബ്രൽ പാൽസി കണ്ടീഷനിലുള്ള കുട്ടികൾക്കും നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് കാണാനായി സാധിക്കും. ഇതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം എന്ന കണ്ടീഷനുള്ള കുട്ടികളിലും അവരുടെ കാൽപ്പത്തി ഏകദേശം പരന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് ഫ്ലാറ്റ് ഫുട്ടിന്റെ ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കാം. നോർമലി ലക്ഷണങ്ങൾ കണ്ടുവരാറില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ മാത്രം ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് കാലിന്റെ ഉപ്പൂറ്റി പിറകോട്ട് തള്ളി നിൽക്കുക, അതുപോലെ തന്നെ കാൽപ്പത്തിയിലും കാലിന്റെ ഉപ്പൂറ്റിയിലും വേദന അനുഭവപ്പെടുക, കാൽപാദം ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് പ്രയാസം അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഓടുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ പെട്ടെന്ന് വീഴാനുള്ള ചാൻസസ് ഉണ്ടാവുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നമുക്ക് ഇതിന്റെ ലക്ഷണത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ കുട്ടിക്ക് ചെരുപ്പ് ഇടാണ്ട് തന്നെ വ്യത്യസ്തമായ ടെക്സ്ചറുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ സർഫസുകളിലൂടെയും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പൂഴി, കല്ല്, മണ്ണ്, പുല്ല് എന്നിവയിലൂടെ നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതിലൂടെ അവർക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ലഭിക്കുവാൻ ഇടയാകും. ഈ ഫീഡ്ബാക്ക് കിട്ടുന്നതിലൂടെ അത് അവരുടെ കാലിന്റെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നതിനും അതുപോലെ തന്നെ ആക്ടിവേഷൻ ആവുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെരുപ്പിനകത്തോ അല്ലെങ്കിൽ ഷൂവിന്റെ അകത്തോ കസ്റ്റം ഓർത്തോട്ടിക് ഫിറ്റ് ചെയ്യാറുമുണ്ട്. ഇത് കാലിന്റെ മസിൽസിന്റെ സ്ട്രക്ചേഴ്സിന് സ്ട്രെങ്ത് നൽകുകയും അതുപോലെ തന്നെ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഫുട്വെയർ ധരിക്കുന്നതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായി നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയുള്ള എക്സസൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
കുട്ടിക്ക് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ട് എങ്കിൽ മേൽപ്പറഞ്ഞ സിമ്പിളായിട്ടുള്ള എക്സസൈസ് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.